കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ വ്യാപിച്ചു. നമ്മളൊക്കെ വീടുകളിൽ ഒതുങ്ങിക്കൂടിയ ഒരു സന്ദർഭങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് നമ്മളെല്ലാവരും അങ്ങനെയാണ്. അത് മാത്രം അങ്ങനെ വന്നെങ്കിലും നമുക്ക് ആർക്കും ആത്മീയമായ ഒരു ക്ഷീണമൊന്നും ആർക്കും വന്നതായിട്ട് തോന്നുന്നില്ല. കാര്യം നമുക്ക് ഇഷ്ടംപോലെ വചനം നമ്മൾ കേട്ടു. നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയയിലെ മെസ്സേജോ അമേരിക്കയിലെ മെസ്സേജോ ഒക്കെ നമുക്ക് കേൾക്കാം. സൂം ഉണ്ട്, ഗൂഗിൾ മീറ്റ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന് പറയുന്നതുണ്ട്, അതുപോലെ യൂട്യൂബിലാണെങ്കിലും ഇഷ്ടംപോലെ മെസ്സേജുകൾ ധാരാളം ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്ന നാളുകളുമാണ് കഴിഞ്ഞുകൂടിയത്. ഇതൊക്കെ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കൈവക്കും എനിക്കറിയില്ല. എനിക്കല്ല ഓർമ്മയില്ല. അതാണ് എൻ്റെ അവസ്ഥ. നമ്മുടേതായ സഭകളുടെ മീറ്റ് ആണെങ്കിലും അതിന് പുറമേ ഉള്ളതൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് കേട്ടു. നമ്മളിതൊക്കെ കേട്ടെങ്കിലും ഓർമ്മയില്ലാത്തത് എന്താ? മറ്റൊന്നും കൊണ്ടല്ല, വഴിയരികെ വീണ് വിത്ത് പോലെ. വഴിയരികെ വീണ വിത്തിനെന്താ പറ്റിയെന്ന് നമുക്കറിയാം. അതെല്ലാം വന്ന് പറവകൾ വന്ന് കുത്തിക്കൊണ്ടുപോയി. അപ്പൊ പിശാചും നമ്മൾ ഈ കേട്ടതൊക്കെ വന്ന് നമ്മളങ്ങോട്ട് കേട്ടും അടുത്ത സെക്കൻഡിൽ ഇതെല്ലാം വന്ന് പറക്കിക്കൊണ്ടുപോയി. അപ്പം ഇതൊക്കെയാണ് ഒരുപാട് എൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്. നമ്മളെല്ലാം ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ട് ഇത്ര വർഷങ്ങളായി നമ്മൾ പറയും. 10 വർഷമായി, 20 വർഷമായി, 50 വർഷമായി എന്നൊക്കെ നമുക്കൊരു കണക്ക് പറയാനുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെയൊക്കെ ആഗ്രഹം ആത്മീയരായിട്ട് വളരണമെന്നാണ്. ആത്മീയ വളർച്ച ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസി പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു കുഞ്ഞ് ജനിച്ചു വീണാൽ കുഞ്ഞ് വളരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, വളരണം. അപ്പൊ ദൈവം നമുക്ക് അതിനാവശ്യമായ ഭക്ഷണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളെ ഗൈഡ് ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. വായിക്കാൻ നമുക്ക് വായിച്ച് വളരാൻ കർത്താവിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ വചനം ഈ വളർച്ചയ്ക്ക് നമ്മുടെ കോട്ടം സംഭവിക്കാറുണ്ട്. വളർച്ച മുരടിച്ചു പോകാറുണ്ട് ചിലപ്പോൾ. അല്ലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച്, അല്ലെ കർത്താവ് പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് ചിലപ്പോൾ ഒരു വളർച്ച നമുക്ക് ചിലപ്പം കിട്ടണമെന്നില്ല. അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് ചില റീസൺസ് അസൂയ, പക, പിണക്കം, അത്യാഗ്രഹം, നമുക്കൊരു ലിസ്റ്റ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെല്ലാം ഒന്നിച്ച് പിടിക്കുന്ന പേരുകളാണ് ജഡത്തിന്റെ പ്രവർത്തികൾ. അപ്പൊ ഈ ജഡത്തിന്റെ പ്രവർത്തികൾ ഒരു വശത്തുള്ളത് കൊണ്ട് നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, നമ്മളെ വളർച്ചയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. കർത്താവ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വളർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് എന്താ? ക്രിസ്തു എന്ന തലയോളം വളരുക. അതാണ് നമുക്ക് വെച്ചിരിക്കുന്ന മാനദണ്ഡം. ദാറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഗോഡ് ഹാസ് കെപ്റ്റ് ഫോർ അവർ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ലൈഫിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. ഇതിലെല്ലാം പറയാനുള്ള സമയമില്ല. ഞാൻ ചില കാര്യങ്ങൾ മാത്രം, നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മെ പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പറയണമെന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു തോട്ടാണ്. അന്ന് മുതൽ പലപ്പോഴും ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നെ വഴി നടത്തുകയും ചെയ്യുന്ന തോട്ട്സ് ആണ്. അത് നിങ്ങൾക്കും പ്രയോജനപ്പെടുമെന്നുള്ള ചിന്തയിലാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് മലയാള അക്ഷരം ന, നമ്മൾ നീ എന്നും ഒക്കെ പറയുന്ന ന എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 7 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതേതാണെന്നും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ മെസ്സേജ് ചുരുക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഒന്നാമത്തെ നമുക്ക് നോക്കാം. നിഗളം. നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണ്. ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ വേണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിഗളം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് ലൂസിഫറിനെയാണ്, പിശാചിനെയാണ്. പിശാച് നിഗളിച്ചത് ഞാനങ്ങ് ദൈവത്തിന്റെ മേലെ കയറും എന്നൊക്കെയാണ് പിശാചിന്റെ നിഗളം. അപ്പൊ നിഗളം എന്നുള്ളത് നമുക്കൊരു ചെറിയ ഡെഫിനിഷൻ കൊടുക്കാനാണെങ്കിൽ എന്താ നമ്മൾ കൊടുക്കാം? ഞാനൊക്കെ എന്തോ വലിയ സംഭവം, കോളറൊക്കെ പിടിച്ച് നമ്മളങ്ങ് വലിയ ആളാവും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു നല്ലത് സംഭവിച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അങ്ങ് പൊങ്ങിപ്പോവും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു നല്ലൊരു കറി വെച്ചു. നല്ല കറി അടി കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ പിള്ളേരും ഒക്കെ നമ്മളെ നന്നായിട്ട് അഭിനന്ദിക്കും. നമ്മളങ്ങ് അറിയാതെ അങ്ങ് പൊങ്ങിപ്പോവും. ഞാനൊരു പാട്ടുപാടി 10 പേര് വന്നപ്പോ നല്ല പാട്ടായിരുന്നു മറ്റൈനി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊക്കും. ഓക്കെ, എനിക്ക് തന്നെ അങ്ങ് തോന്നാം കുഴപ്പമില്ല, ഞാൻ നല്ലൊരു ഗായികയാണ്.
അത് കഴിഞ്ഞ് ഇതുപോലെ വേറൊരു പ്രാവശ്യം ഞാൻ പാട്ട് പാടും, അന്നേരവും എല്ലാവരും വന്ന് അഭിനന്ദിക്കും. അപ്പോഴും പിശാചും വന്ന് എൻ്റെ ചെവി പറയൂ, ഭയങ്കര പാട്ടോ, നീ നല്ല പാട്ടാ. ഇങ്ങനെ ഒരു പ്രാവശ്യം നടന്നു, 2 പ്രാവശ്യം നടന്നു, ഇതങ്ങ് കൂടും. ഞാനൊരു മെസ്സേജ് കൊടുത്തു, അല്ലെങ്കിൽ ഞാനൊരു ബൈബിൾ സ്റ്റഡി എടുത്തു, അപ്പോഴും പിശാച് വന്ന് എൻ്റെ ചെവി വന്ന് പറയും, സൂപ്പർ, നീ ഭയങ്കര സംഭവ എന്ന് വന്ന് പറയും. അപ്പൊ ഞാൻ അറിയാതെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഇത് സംഭവം ഞാൻ അങ്ങ് എന്തോ വലിയ ആളാണെന്ന് എനിക്ക് തന്നെ അങ്ങ് തോന്നും. ഇപ്പൊ പിശാച് അന്ന് ചെയ്ത ആ പ്രവൃത്തി ഇന്ന് നമ്മളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ നിഗളത്തിന് നമ്മൾ പല പേര് കൊടുത്തിട്ടുണ്ട്. അഹങ്കാരം, അതുപോലെ ഗർവം, ഹുങ്ക്, നമ്മുടെയൊക്കെ ഒന്നുകൂടെ ഭാഷ പറഞ്ഞ ജാട എന്നൊക്കെ നമ്മൾ വിളിക്കും ഇതിനെ. അപ്പൊ ഈ വേദപുസ്തകത്തിൽ ഇങ്ങനെ നിഗളിച്ച ഒരുപാട് പേരുടെ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അബ്ശാലോം ഫോർ എക്സാമ്പിൾ, അബ്ശാലോമിന്റെ അവന്റെ അഹങ്കാരത്തിന്റെ കാരണം അവന്റെ സൗന്ദര്യമായിരുന്നു, അല്ലെങ്കിൽ അവന്റെ തലമുടിയായിരുന്നു. ആ തലമുടി തന്നെ അവന്റെ നാശത്തിന് കാരണമായി നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരാളാണ് നെബൂഖദ്നേസർ രാജാവ്. നെബൂഖദ്നേസർ രാജാവ് ഏറ്റവും അവസാനം ഒരു പാഠം പഠിച്ചു. എന്താണ്? നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്താനും ദൈവം പ്രാപ്തനാണെന്നൊരു പാഠം നെബൂഖദ്നേസർ രാജാവ് പഠിച്ചു. ഇനി വേറെ 2 രാജാക്കന്മാരുടെ കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതില് ഒന്ന് ഉസിയ രാജാവ്. ഉസിയ രാജാവിന്റെ കാര്യം നമുക്ക് 2 ദിനവൃത്താന്തം 26:16 ഞാൻ ജസ്റ്റ് വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് പോവുകയാണ്, എല്ലാം വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട്. 2 ദിനവൃത്താന്തം 26:16 നമ്മൾ ഉസിയ രാജാവ് നിഗളിച്ചു പോയി എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള വാക്യം 15ാമത്തെ വാക്യം വായിച്ചാൽ നമുക്കറിയാം, അവിടെ എഴുതിയേക്കുന്നത് അവന്റെ ശ്രുതി ബഹുദൂരത്തോളം പരന്നു എന്നാണ്. ഉസിയ രാജാവ് ഒരുപാട് നല്ല കാര്യം ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഉസിയ രാജാവ് അങ്ങ് ഫേമസ് ആയി. ഇന്ന് നമുക്കും നമ്മൾ കുറെ ഫേമസ് ആയി. ഇപ്പൊ പ്രത്യേകിച്ച് സൂം മീറ്റിങ്ങും അവിടെ ഇവിടെയൊക്കെ നമ്മൾ അവിടെ ക്ഷണിക്കുന്നു, ഇവിടെ ക്ഷണിക്കുന്നു ഒക്കെ. അപ്പൊ നമ്മൾ വി ആർ ബിക്കമിങ് ഫേമസ്. അപ്പൊ ഫേമസ് ആകുമ്പോൾ ഈ നിഗളം എന്ന് പറയുന്ന സംഭവം വരാം. ഉസിയ രാജാവിന് മാത്രം സംഭവിച്ചത് കാര്യമല്ല. ഇപ്പൊ നമുക്ക് ഫേമസ് ആകാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഈ നിഗളം വരാൻ, അപ്പൊ അതിന് തൊട്ടടുത്തുള്ള വാക്യം ഉസിയ രാജാവ് നിഗളം വന്നു, തൊട്ടടുത്ത് താഴോട്ടുള്ള ഭാഗം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അവകാശം വായിച്ചാൽ മതി, കാണുമ്പോൾ അറിയാം. വിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റുന്നത് പുരോഹിതന്മാർക്ക് മാത്രമാണ്. അവിടെ കയറി ധൂപം അർപ്പിക്കാൻ കയറി നെറ്റില് വലിയ കുഷ്ഠം അങ്ങ് പൊങ്ങി, ദൈവം ഉടനടി ശിക്ഷ കൊടുത്തു. അതുപോലെ തന്നെ നമ്മളൊരു 2 ദിനവൃത്താന്തം തന്നെ 32:25 നമ്മൾ വേറൊരു രാജാവിനെ കാണുന്നുണ്ട്, ഹിസ്കിയ രാജാവ്. ഹിസ്കിയ രാജാവ് ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു രാജാവായിരുന്നു. ഹിസ്കിയ രാജാവും എങ്കിലും തന്റെ ജീവിതത്തിൽ ദൈവം 15 വർഷം കൊണ്ട് ആയുസ് നീട്ടിക്കൊടുത്ത ഒരു സന്ദർഭത്തിൽ നമ്മൾ ദൈവവചനം ഒഴിക്കുന്നു, ഹിസ്കിയാവിന്റെ ഹൃദയം നിഗളിച്ചു പോയി. അപ്പോഴും ദൈവകോപം അവിടെ വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഹി ബിക്കം പ്രൗഡ് ഇൻ ഹിസ് ഹാർട്ട്. നമുക്ക് പല പേരുകളുണ്ട്. ടൈന സിസ്റ്റർ നെറ്റ് ഇഷ്യൂ ആണ് തോന്നുന്നു അല്ലേ? കണക്ഷൻ ഇല്ല. കോൾ ചെയ്ത് നോക്കി. ഫോണിങ്ങനെ
I think she's joining, sister. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ സിസ്റ്റം പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയി, അതുകൊണ്ടാണ്, സോറി. ഇറ്റ്സ് ഓക്കെ, കണ്ടിന്യൂ. അപ്പോഴേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രൈഡ്, ഈ അഹങ്കാരം അല്ലെങ്കിൽ നിഗളം, പല പേരുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പ്രൗഡ്, അതുപോലെ പ്രൈഡ്, അതുപോലെ സെൽഫ് എസ്റ്റീം, സെൽഫ് ഡിഗ്നിറ്റി എന്നൊക്കെ നമ്മൾ നമ്മൾ ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അർത്ഥം അയച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പൊ ഇന്ന് നമുക്ക് ഈ നിഗളം ഉണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ട്. ഇപ്പൊ എൻ്റെ ജീവിതത്തിലാണ് നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു കാര്യം വന്നാൽ മതി, നമ്മൾ പോലും അറിയാതെ അതിന് നിഗളിച്ചു പോകും. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം അതൊക്കെ വരുമ്പോൾ നമ്മൾ പൊങ്ങി 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 അങ്ങ് പോകും. പിശാച് നമ്മളെ അങ്ങ് പൊക്കും. പിശാച് നമ്മളെ അങ്ങ് പൊക്കി 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 ഏറ്റവും അവസാനം ഒരു തള്ളിയിടും. ആ വീഴ്ച ഭയങ്കരമായിരിക്കും. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 2 വേഴ്സസ് ഞാൻ വായിക്കാം. സദൃശവാക്യം 16:18 നമുക്കൊന്ന് നോക്കാം. സദൃശവാക്യം 16:18 അവിടെ ശലോമോൻ രാജാവ് എഴുതുന്നത് ഇങ്ങനെയാണ്: നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. അതുപോലെ തന്നെ സദൃശവാക്യം തന്നെ 18:16 എഴുതിയിട്ടുണ്ട്: നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുമ്പേ താഴ്മ. അപ്പം നമ്മൾ ഹിസ്കിയ രാജാവിന്റെ കാര്യം, ഉസിയ രാജാവിന്റെ കാര്യം ഒക്കെ നമ്മൾ കണ്ടു. നിഗളിച്ചു. ഉസിയ രാജാവ് നിഗളിച്ചു, പുള്ളി അങ്ങ് ഫേമസ് ആയപ്പോഴാണ് നിഗളമായ. ദൈവം അങ്ങ് നശിപ്പിച്ചു, അങ്ങോട്ടിട്ടു. പിന്നെ മരണം വരെ കുഷ്ഠരോഗിയായിട്ട് തന്നെ ഒറ്റപ്പെട്ട് ആരുമായിട്ട് ബന്ധമില്ലാണ്ട് ജീവിക്കേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പൊങ്ങിപ്പോവും, പൊങ്ങി 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 ആ നാശത്തിലേക്ക് എത്താതിരിക്കാൻ വളരെ പ്രാർത്ഥനയും ഭയവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നിഗളം വരുമ്പോൾ കർത്താവെ സഹായിക്കണേ എന്നൊരു ഒരു ചെറിയ പ്രാർത്ഥന. ഞാൻ ഇങ്ങനെ കർത്തൃദാസൻ ജോൺ ബെനിയനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഫേമസ് അറിയാവുന്ന ആളാണ്. ജോൺ ബെനിയൻ ഒരിക്കൽ ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞ് ഒരു സഹോദരി വന്ന് ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ യുവർ മെസ്സേജ് വാസ് സോ ഗുഡ്, നല്ല മെസ്സേജ് ആയിരുന്നു ബ്രദർ എന്നൊക്കെ വന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോൺ ബെനിയൻ തിരിച്ച് സഹോദരിയോട് പറഞ്ഞു, സിസ്റ്റർ യു ആർ ലേറ്റ് ബിക്കോസ് അനദർ പേഴ്സൺ യു ആർ ഓൾറെഡി ടോൾഡ് മീ ദിസ്. അതായത് സഹോദരി നീ ലേറ്റ് ആയിപ്പോയി, എന്നോട് വേറെ ആൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ എൻ്റെ മെസ്സേജ് നല്ലതായിരുന്നു. ആരാ? പിശാച്. നമ്മൾ ഒരു കാര്യം നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോഴേ പിശാച് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിയും. പക്ഷെ അത് കേൾക്കാനുള്ള ആ ചെവി നമുക്കുണ്ടോ ഇല്ലയോ എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദവും പിശാചിന്റെ ശബ്ദവും വേർതിരിച്ചറിയാനുള്ള ആത്മീയ പക്വത, ആത്മീയ വളർച്ച നമുക്കില്ലാതെ വരുമ്പോൾ നമ്മൾ നിഗളിച്ചു പോകും. 1 കൊരിന്ത്യർ 10:12 നമ്മൾ വായിക്കുന്നുണ്ട്: ഒരുത്തൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നെങ്കിൽ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നമുക്കൊരു ഭയനിർദ്ദേശമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കുണ്ട് സെൽഫ് ലവ്. നമുക്ക് ഇന്നത്തെ നിഗളത്തിന് ഒന്നുകൂടെ ഒരു പേര് കൊടുക്കാം, സെൽഫ് ലവ്. ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടു, 10 ലൈക്ക് കിട്ടണം, അതാണ് ഞാൻ ഇടുന്നത്. ഞാനൊരു പോസ്റ്റ് ഇട്ട് എനിക്ക് ആരും ലൈക്ക് അടിച്ചിട്ട് എനിക്ക് അങ്ങ് വിഷമ. ഞാൻ എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ആണ്. ആരെങ്കിലും ഒരു ഡിസ്ലൈക്ക് അടിച്ചാൽ പിന്നെ തീർന്നു, അന്നത്തെ ദിവസം പോക്കായി. അങ്ങനെയൊക്കെ എത്തിയിരിക്കുകയാണ് നമ്മുടെ മനോഭാവം. പിശാച് നമ്മളെയൊക്കെ ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മീയ വളർച്ച മുരടിക്കുന്ന ഒരു സാധനമാണ് നിഗളം. ഒരുപാട് എക്സ്പ്ലനേഷൻ ഞാൻ പോകുന്നില്ല, നമുക്ക് നമ്മളെ തന്നെ നോക്കാം. ഇനി ഇതിന്റെ തന്നെ വേറൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള വേറൊരു ന്യായാണ് നിന്ന. ഇതിന് ഇംഗ്ലീഷിൽ ഡിസ്പൈസ് എന്നും ഡിസ്ഡെയിൻ എന്നും ഒക്കെ പറയും. ഈ നിന്നെന്ന് പറഞ്ഞാൽ ഈ നിഗളത്തിനോട് ചേർന്ന് വെക്കാവുന്ന ഒരാളാണ്. എന്തോ നിന്നാന്ന് വെച്ചാൽ, നിഗളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങ് ഏതാണ്ട് വലിയ ആളാന്ന് വിചാരിക്കുമ്പോൾ നിന്നാന്ന് പറയാൻ മറ്റുള്ളവരൊക്കെ ചെറുതായിട്ട് കാണും, മറ്റുള്ളവരൊക്കെ പുച്ഛിക്കുക, മറ്റുള്ളവരൊക്കെ ഇച്ചിരി എന്നെക്കാട്ടി കുറവാന്നുള്ള ഒരു ഫീലിംഗ് ആണ് നിന്നാന്ന് പറയുന്നത്. ഈ നിന്ന നമ്മൾ 2 തരത്തിൽ പ്രകടിപ്പിക്കും. 2 തരത്തിൽ വരാം. ഒന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്നിക്കും. നമുക്കതിന് ബെസ്റ്റ് എക്സാമ്പിൾ ബൈബിളിൽ നിന്നുള്ളത് മീഖൾ, ദാവീദിന്റെ ഭാര്യയായിരുന്ന മീഖൾ രാജകുമാരി. നമുക്കറിയാം മീഖൾ നിന്ദിച്ചത് എപ്പോഴാണെന്ന് നമുക്കറിയാം. മീഖൾ ഹൃദയത്തിൽ നിന്ദിച്ചത് നമ്മൾ 2 ശമൂവേൽ 6:16 വായിക്കുന്നുണ്ട്. വേറെ ആരും കണ്ടില്ല, പക്ഷെങ്കിൽ അത് ദൈവം കണ്ടു. ദൈവാത്മാവ് അത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചു. മീഖൾ 1 പ്രാവശ്യമേ നിന്ദിച്ചുള്ളൂ. നമ്മളൊക്കെ എത്ര പ്രാവശ്യം ആൾക്കാരെ നിന്ദിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ? നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ, നമ്മുടെ സഭയിലെ സഹോദരങ്ങളെ, കൂട്ടുകാരെ, അയൽപ്പക്കക്കാരുടെ, ഭരണകർത്താക്കളെ.
നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം നിന്ദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സഭയിൽ ഒരു സഹോദരൻ ഒരു പാട്ട് തുടങ്ങി, പാട്ടിനെ ട്യൂൺ അങ്ങ് തെറ്റി, നമുക്ക് ചിരി വരും, നമ്മൾ മനസ്സിൽ ചിരിക്കും, പുറമെ ചിരിച്ചിട്ട് നിന്നയാണ്. ഇനിയും ചിലര് നിന്ന പുറത്തങ്ങ് കാണിക്കും, പുറത്ത് പറയും. അത് നമ്മൾ മീക്കള് കാണുന്നുണ്ട്. നമുക്കറിയാം, ദാവീദ് കയറി വരുമ്പോൾ മീക്കള് നിന്ദിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മള് സങ്കീർത്തനം 69:20 നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ്, നമ്മൾ ഞായറാഴ്ചകളൊക്കെ വായിക്കുന്നത്. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. കർത്താവിന്റെ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിന്ദിക്കുന്ന വാക്കുകൾ ഒരു ആളെ വളരെ കൊല്ലുന്ന, വളരെ തകർക്കുന്ന വാക്കുകൾ. നമ്മൾ കർത്താവിന്, നമ്മൾ സൺഡേ നമ്മൾ കർത്താവ് എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, അതിനായൊക്കെ സ്തോത്രം. പക്ഷെ നമ്മൾ ആ സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ നിന്നാ മനോഭാവം ഉള്ളിൽ കൊണ്ടു നടന്നാൽ, ഞാൻ എങ്ങാണ്ട് വലുതാണ് ബാക്കിയുള്ളവരൊക്കെ ചെറുതാണെന്നുള്ള ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, അതും നമ്മൾ പോലും അറിയാതെ നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുന്ന ഒരു ഫാക്ടറാണത്. നമ്മള് സദൃശ്യവാക്യം 14:21 നമ്മൾ വായിക്കുന്നു, കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യും. ഇനി അടുത്തൊരു വാക്യം കൂടെ പറയണമുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ വളരെ ഭയമാണ്. പക്ഷെങ്കിൽ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. സദൃശ്യവാക്യം തന്നെ 23:22 ഒരു വാക്യമുണ്ട്, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. ഈ വാക്യം ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ, എൻ്റെ മദർ-ഇൻ-ലോയെ കുത്തി വേദനിപ്പിച്ച ഞാൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ റീവൈൻഡ് ചെയ്യിപ്പിക്കുമായിരുന്നു. നമുക്കൊക്കെ ഈ അമ്മയ്ക്കൊന്നും അറിയില്ല, അമ്മ ചെയ്യുന്നതൊക്കെ തെറ്റാ, അമ്മയ്ക്ക് ഒരു വൃത്തിയില്ല, ഇതെന്തോ അമ്മ ഇങ്ങനെ. നമ്മുടെ ഒരു വെരി കാഷ്വലായിട്ട് വി ആർ ടോക്കിംഗ്. എന്റെ ചേച്ചി പറയുക, ചേച്ചിയുടെ മകന് 13-14 വയസ്സായുള്ളൂ, എന്നാലും ചേച്ചി എന്നാലും എന്നോട് പറയുമായിരുന്നു 13 വയസ്സായുള്ളൂ, എന്നാലും ഇപ്പൊ എന്നോട് പറയാം അമ്മയ്ക്കൊന്നും അറിയില്ല. അതാണ് ഇങ്ങനത്തെ, നമ്മളത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മക്കളും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചെയ്യുന്ന കണ്ടാണ് നമ്മുടെ മക്കളും ചെയ്യും. സോ ഇത് ഈ ഡിസ്പൈസിങ് മെന്റാലിറ്റി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, നമ്മൾ അറിയാതെ പോലും ഉണ്ടെങ്കിൽ, അത് മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ താഴാം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവം ഉന്നത ഭാവം നിഗള ഹൃദയമുള്ളവരെ നിരസിക്കുന്നു. ഒരുപാട് വാക്യങ്ങൾ ദൈവജനത്തെ നമുക്കുണ്ട്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. വി നോ ഓൾ ദാറ്റ്. ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ന്യായം ഏതാണെന്ന് വെച്ചാൽ നിരാശ. അതിനെ ഡിസപ്പോയിന്റ്മെന്റ് അല്ലെ ഡിസ്ട്രസ്, ഡിസ്കറേജ്മെന്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഈ നിരാശയിൽ കൂടി കടന്നു പോകാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അവിശ്വാസികളെ മാറ്റിവെക്കാം, നമുക്ക് നോക്കാം. എന്ത് നിരാശയെന്ന് വെച്ചാൽ, നിഗളത്തിന്റെ കാര്യം പറഞ്ഞു, നമ്മളങ്ങ് പൊങ്ങി അങ്ങ് പോകും. നിരാശ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമാണ്. പിശാച് നമ്മളെ അങ്ങ് താഴ്ത്തും. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, പിന്നെ ശരി, നമ്മൾ തന്നെ ചിന്തിക്കും, ശരിയാ എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല. അങ്ങനെ അങ്ങ് നിരാശയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകും. അതിന് നിരാശ വരാൻ പല കാരണങ്ങളാവാം. ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലെ വിള്ളലുകളാവാം, അതുപോലെ രോഗങ്ങളാവാം, എന്ത് റീസണും ആകാം. അതിന് നിരാശ നമ്മളെ കർത്താവിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു. അങ്ങനെ നിരാശയിൽ ചിലർ രാവും പകല് ദിവസങ്ങൾ തള്ളി നീക്കുന്ന വിശ്വാസികളുണ്ട്. അവർ ഒന്ന് പാട്ടുപാടാനോ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനോ പോലും തോന്നാത്ത മെന്റാലിറ്റിയിൽ സാത്താൻ നമ്മളെ കൊണ്ട് എത്തിക്കും. നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല, ദൈവത്തിന് നിന്നെ ഇഷ്ടമല്ല. ഇത് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെ രാവും പകലും തള്ളി നിന്നു കഴിഞ്ഞാൽ അത് വിഷാദ രോഗത്തിലേക്കും ക്രമേണ ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചേരുന്ന വലിയ ഒരു കാര്യമാണ് നിരാശ. നിരാശ ജീവിതത്തിൽ വന്നാൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നിരാശ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഏലിയാവ് എത്രയോ വലിയ കാര്യം ചെയ്ത, പക്ഷെ എങ്കിൽ അടുത്ത നിമിഷം പുള്ളി നിരാശപ്പെട്ടു. അതുകൊണ്ട് ഏലിയാവിന് അങ്ങനെ സംഭവിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. ഏലിയാവ് പറഞ്ഞു, കർത്താവേ ഞാനങ്ങ് മരിച്ചാൽ മതി. ഞാൻ വിചാരിച്ചിട്ടുണ്ട് മരിച്ചിരുന്നെങ്കിൽ ഞാൻ അതിനായി ജീവിച്ചിരിക്കുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്.
ദാവീദ് നിരാശപ്പെട്ട് നമ്മൾ 13-ാം സങ്കീർത്തനം, ദൈവമേ നീ എന്നെ എത്രത്തോളം, നീ എന്നെ അങ്ങ് മറന്നോ എന്ന് ചോദിക്കുകയാണ് ദാവീദ്. നിരാശയുടെ അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഭയപ്പെടേണ്ട. നമ്മുടെ കർത്താവ്, സാത്താൻ വന്ന് നമ്മളോട് പറയും, വെറുതെ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, നീ രക്ഷിക്കപ്പെട്ടതൊന്നും അല്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുവോ. നമ്മുടെ സ്വന്തം പാപം നമ്മളെ ഓർമ്മപ്പെടുത്തും, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പാപം നമ്മളെ ഓർമ്മപ്പെടുത്തും, നമ്മളെ ഇടിച്ച് താഴ്ത്തും. പക്ഷെങ്കിൽ അപ്പോൾ നമ്മൾ ഓർക്കാം, സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ശക്തിയുമായിട്ട് നമുക്കവിടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ 7 അല്ല 70 അല്ല 70,000 അല്ല 7 ലക്ഷം പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ടായിരിക്കാം. സ്റ്റിൽ ദൈവം എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിരാശ വരുമ്പോൾ ഭയപ്പെടാതെ നമ്മുടെ കർത്താവിനെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാം. അങ്ങനെ നിരാശ വരുമ്പോഴും ഞാൻ പറഞ്ഞ നമ്മളെ വളർച്ച, നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മളെ പിറകോട്ട് വലിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇനി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിരാശ വരുമ്പോഴും അവരെയും പിക്കപ്പ് ചെയ്യുവാനുള്ള വലിയ ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഏതാണെന്ന് ചോദിച്ചാൽ നീരസം. അതിനെ ഡിസ്ലൈക്ക്, ഡിസ്പ്ലഷർ എന്നൊക്കെ നമുക്ക് പറയാം. നീരസം എന്തോ നീരസം എന്ന് വെച്ചാൽ, നീരസം ഇച്ചിരിയുടെ സാഹിത്യവാക്കാന്ന് തോന്നിപ്പോ ഒന്നുകൂടെ ഒരു മലയാളീകരിച്ചാൽ, ഒന്നുകൂടെ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ അനിഷ്ടം അല്ലെങ്കിൽ ഇഷ്ടക്കേട്. എനിക്ക് ഇഷ്ടമല്ല, ഈ കറി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അതാണ് സിമ്പിൾ. അതാണ് ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ നീരസം എന്ന് എവിടെ വായിക്കുന്ന അവിടെ എല്ലാം ഡിസ്ലൈക്ക് അല്ലെ ഡിസ്പ്ലീസ്ഡ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് യോന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. യോനയുടെ പുസ്തകം 4:1 നമ്മൾ എന്തോ വായിക്കുന്നേ, ഇത് യോനയ്ക്ക് അത്യന്തം അനിഷ്ടമായി. എന്താ പുള്ളിക്ക് ഇഷ്ടമൊക്കെ വന്നേ, ദൈവം നിനവെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നശിപ്പിച്ചില്ല. അത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് അനിഷ്ടമായി എന്ന് എഴുതിയേക്കുന്നത്. ആഹാബ് രാജാവിന്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് 1 രാജാക്കന്മാർ 20:43. അതുപോലെ 1 രാജാക്കന്മാർ തന്നെ 21:4 ആഹാബ് രാജാവിനെ പറ്റി മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അവിടെ എഴുതിയേക്കുന്നത് ആദ്യത്തെ കേസ് 20:43 എഴുതിയേക്കുന്നത് വ്യസനവും നീരസവും ഉള്ളവനായി ആഹാബ്. അതുപോലെ 21:4 വ്യസനവും നീരസവും ഉള്ളവനായി എന്ന് എഴുതിയിട്ടുണ്ട് ആഹാബിനെ കുറിച്ച്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ദൈവം കൊല്ലണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ആഹാബ് രാജാവ് സൽക്കരിച്ച് സ്നേഹത്തോടെ വിട്ടയച്ചു, വെറുതെ വിട്ടു. അപ്പോഴ് കർത്താവിന്റെ പ്രവാചകൻ ആഹാബിനെ ശാസിക്കുന്നുണ്ട്. ആ ശാസന കേട്ടപ്പോൾ ആഹാബിന് ഇഷ്ടപ്പെട്ടില്ല, നീരസമാണ്. ചിലപ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ വഴക്ക് പറയും, പിള്ളേർ മോത്ത കുറിപ്പിച്ച് ഹൂന്നങ്ങ് പോകും. ഏതാണ്ട് അതേ ഒരു മനോഭാവം. അതുപോലെ തന്നെ അടുത്തെന്ന് കാണിച്ചിരിക്കുന്ന നാബോത്തിനോട് മുന്തിരിത്തോട്ടം ചോദിച്ചപ്പോൾ മുന്തിരിത്തോട്ടം തരത്തില്ലെന്ന് നാബോത്ത് അങ്ങ് പറഞ്ഞു. അതും ആഹാബിന് നീരസം ഉണ്ടാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം ആഹാബിനുണ്ടായ നീരസത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായി തീർന്നു നമുക്കറിയാം. പാവം പിടിച്ച ആ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു. അപ്പൊ ആഹാബിനുണ്ടായ നീരസം, ആഹാബ് അത് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ അത് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് എല്ലാം നടത്തി കിട്ടും. അപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടക്കേട് അല്ലെ ഒരു നീരസം അത് സംഭവിക്കുമ്പോൾ അത് വളരെ എഫക്റ്റീവ് ആകുന്ന ഒരു സാധനമാണെന്ന് മറക്കരുത്. നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. അതിനോടനുബന്ധിച്ച് നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം മ്യൂട്ട് ആണ്. അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്, മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. അപ്പൊ നമ്മുടെ മാർവില്, നമ്മുടെ ഹൃദയത്തിൽ നീരസം വരുമ്പോൾ, ഇഷ്ടക്കേട് വരുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നു ഫൂൾ, മൂഢൻ. അതുപോലെ തന്നെ വേറൊരു വാക്യം കൂടെ നമുക്ക് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവിടെ നമ്മൾ എഴുതുന്നുണ്ട്. ജോബ് ചാപ്റ്റർ 5:2 അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, നീരസം ഭോഷനെ കൊല്ലുന്നു. ഈ നീരസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു റീസൺ മതി, അതിന് വലിയ കാര്യം വേണമെന്നൊന്നുമില്ല. ആ നീരസം ഇരുന്നിരുന്നിരുന്ന് വളരുന്ന ഒരു സാധനമാണ്. അത് പകയായിട്ടും വെറുപ്പായിട്ടും അവസാനം വഴക്കിൽ വരെ ചെന്ന് അവസാനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ നീരസം. നീരസം നമ്മൾ നിത്യം ഇടപഴകുന്ന ആളോട് നമുക്ക് തോന്നാം. നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം, നമ്മുടെ സഭയിലെ ആൾക്കാരായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, അങ്ങനെയുള്ളൊക്കെ നമുക്ക് നീരസം, നമുക്ക് ഇഷ്ടക്കേട് തോന്നാം. പക്ഷെ ആ ഇഷ്ടക്കേട് അവിടെ തോന്നുമ്പോൾ അത് അന്നേരം തന്നെ മുളയിൽ തന്നെ നുള്ളിയാൻ കളയണം.
എന്നാൽ മാത്രമേ നമ്മുടെ ഹൃദയം ശുദ്ധിയായിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ നീരസം ഇരുന്നിരുന്നിരുന്ന് വളർന്ന് നമ്മളെ ഇരുന്ന് കൊല്ലും. നമ്മൾ പകയാൽ നിറയും, നമ്മൾ വെറുപ്പ് കൊണ്ട് നിറയും. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന അവസ്ഥയാവും. മറ്റേയാൾ എന്ത് ചെയ്താലും, ആ വ്യക്തി എന്ത് ചെയ്താലും നമുക്ക് ഇഷ്ടമല്ലാണ്ടായിത്തീരും. നമ്മൾ വെറുപ്പോട് വെറുപ്പായിത്തീരും. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ചിലരോടൊക്കെ നമുക്ക് ഇഷ്ടക്കേട് തോന്നും. അവരുടെ പ്രവർത്തികളാവാം, വാക്കുകളാവാം, മാനറിസംസ് ആയിരിക്കാം, നമുക്ക് ചിലപ്പോൾ ഇഷ്ടക്കേടൊക്കെ തോന്നും. പക്ഷെങ്കിൽ അങ്ങനെ ഇഷ്ടക്കേട് വരുമ്പോൾ അത് ദൈവാത്മാവിന്റെ സഹായത്തോടു കൂടി ക്ഷമിക്കാനും സഹിക്കാനുമുള്ള വലിയ കൃപ നമുക്കുണ്ടാവണം. അപ്പം ഏത് വിധത്തിൽ വന്ന് ഇനി വേറൊരു നീരസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളായിരിക്കാം. കേട്ടുപരിചയം, മൂന്നാമതൊരു വ്യക്തിയെ പറ്റി എന്നോട് വേറൊരാൾ വന്ന് പറഞ്ഞു, പക്ഷെ കേട്ട് 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 എനിക്ക് ആ മൂന്നാമത്തെ വ്യക്തിയെ എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ എനിക്ക് പേഴ്സണലി യാതൊരു ദ്രോഹം ചെയ്തിട്ടില്ലാത്ത ആളായിരിക്കാം, പക്ഷെ എനിക്ക് ആ പുള്ളിയെ ഇഷ്ടമല്ല. അങ്ങനെയും നീരസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മെ പിടിച്ചു വലിക്കുന്ന ഒരു ന്യായാണെന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളുന്നു. ഇനി അടുത്ത ന്യായാണ് നീചം. വിക്കഡ്നെസ്. നീചം എന്നതിന് വിക്കഡ്നെസ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ബൈബിളിൽ, നമ്മൾ മലയാളം ബൈബിളിൽ ഒത്തിരി അടുത്ത് നീചന്മാർ, നീചൻ എന്നൊക്കെ അവിടെയൊക്കെ എഴുതിയേക്കുന്നത് വിക്കഡ് പീപ്പിൾ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. പക്ഷെ KJV മാത്രം, കിങ്സ് ജെയിംസ് വേർഷൻ മാത്രം അവിടെ സൺസ് ഓഫ് ബെലിയാൽ എന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം നീചന്മാർ അല്ലെ നീചൻ യൂസ് ചെയ്യുന്നിടത്തൊക്കെ സൺസ് ഓഫ് ബെലിയാൽ. നമുക്ക് ഇപ്പൊ നമ്മൾ ഇത് എടുത്ത് നോക്കിയാൽ, ഏതാ, ഏലിയുടെ മക്കൾ ഹൊഫ്നി, ഫിനഹാസ്, അവർ ദൈവത്തിന് മുമ്പാകെ നീചന്മാരാന്ന് എഴുതിയേക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന സൺസ് ഓഫ് ബെലിയാൽ എന്ന. എന്ത് ആരേ ബെലിയാല്? നമ്മൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. ഈ ബെലിയാൽ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, പിശാച് തന്നെയാണ്. അപ്പോൾ നമ്മൾ നീചം എന്ന് പറയുമ്പോൾ that means it's equal to the work of Satan. ഞാൻ ഒരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 101:3. Psalms 101 verse 3. അവിടെ ദാവീദ് പറയുന്നു, ഞാൻ ഒരു നീച കാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ദാവീദിന്റെ കാലത്ത് എന്ത് നീചകാര്യമായിരുന്നു, എനിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. എന്താണ് ഈ നീചകാര്യം ദാവീദ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ അങ്ങനെ വണ്ടടിച്ചു. ഞാൻ ഒരു സംഭവം, ഒരു സഹോദരനെ പറ്റി പറയാനാണ് ഇത് ഞാൻ ഓർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ കാര്യം മനസ്സിലാവും. ഈ അടുത്തിടയ്ക്ക് ഞാൻ അറിഞ്ഞതാണ്, ഞങ്ങളോട് വേറൊരു അങ്കിളും ആന്റിയും പറഞ്ഞതാണ് ഒരു സഹോദരനെ പറ്റി. ഒരു തമിഴ് സഹോദരനാണ്. ഈ സഹോദരൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഹോദരനാണ്. വളരെ കർത്താവിനെ സ്നേഹിക്കുക, കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലല്ല, തന്റെ ജോലിയിലും കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുന്ന നല്ലൊരു ആത്മാർത്ഥതയുള്ള ഒരു സഹോദരനാണ് ഈ സഹോദരൻ. തന്റെ സ്വന്തം നാട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അവിടെ എവിടെയാണ് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ സഹോദരൻ ഒരിക്കൽ ഒരു പാരമ്പര്യ ബ്രദറുകാരുടെ വീട്ടിൽ ചെന്നു, പാരമ്പര്യ വിശ്വാസികളുടെ വീട്ടിൽ ചെന്നു. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ഈ കുടുംബം പുറമേന്ന് സിനിമയുടെ CD ഒക്കെ വന്നിട്ടിരുന്ന് TV യിലിട്ടിരുന്ന് കാണുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ നമ്മുടെ സഹോദരൻ ദേഷ്യവും കോപവും എന്താ പറയുക, ആകെ പുള്ളി അങ്ങ് വല്ലാണ്ടായി. പുള്ളി വല്ലാണ്ടായിട്ട് കുടുംബത്തോട് പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിലായിരുന്നപ്പോൾ MGRന്റെ ഒരു സിനിമ പോലും കാണാതിരിക്കുന്ന ആളല്ലായിരുന്നു. ഞാൻ എന്ന് റിലീസാവുന്നു അന്ന് തന്നെ കാണാൻ കഴിയും, അന്ന് തന്നെ ഞാൻ കാണാൻ ട്രൈ ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നാൽ എന്ന് ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞോ, എന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടോ, അന്ന് ഞാനത് നിർത്തി. ഇന്ന് വരെ ഞാൻ കണ്ടിട്ട്. ഈ സംഭവം ഞാൻ അറിഞ്ഞത് വേറൊരു അങ്കിളും ആന്റി ഞങ്ങളോട് പറഞ്ഞപ്പോഴാണ്. പക്ഷെ എന്നെ അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്ന നീചകാര്യം, ദാവീദ് പറയുക, ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ഇന്ന് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഫോണിൽ, നമ്മുടെയൊക്കെ എന്തൊക്കെ നീചകാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സഹോദരനുണ്ടായതിന്റെ ഒരു പകുതി ബോധം നമുക്കുണ്ടോ? വൈകിട്ട് ഉച്ചയ്ക്ക് 5 മണി തൊട്ട് രാത്രി 9 മണി വരെ സീരിയൽ തുടർന്നതായിട്ട് കാണുകൊണ്ടിരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. നമ്മുടെയൊക്കെ ഫോൺ തുറന്നാൽ
നമ്മുടെ അതിൻ്റെയൊക്കെ സെർച്ച് ഹിസ്റ്ററി ഒക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവനോട് തന്നെ ചോദിച്ചാൽ മതി. ദാവീദ് എടുത്ത പോലെ ഒരു തീരുമാനം നമുക്ക് എടുക്കാനുള്ള ശക്തിയുണ്ടോ? ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ദൈവം നമ്മളെ വിളിക്കുക രക്ഷിക്കപ്പെട്ടിട്ട് വർഷങ്ങളും ഒക്കെ ആയി കാണും. നമ്മൾ എവിടെ വളരുന്നു? ഇങ്ങനെ ഈ നീചകാര്യം കണ്ടോണ്ടിരുന്ന് നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മൾ പിടിച്ച് പുറകോട്ട് പോയിപ്പോ നമ്മൾ വേദപുസ്തകം വായിക്കാൻ എടുത്താൽ ഇതൊക്കെയാ ഓർമ്മ വരിക. പ്രാർത്ഥിക്കാനിരുന്നാൽ ഇതൊക്കെയാ ഓർമ്മ വരികയുള്ളൂ. നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇനി അടുത്തത് 6-ാമത്തെ നിഷേധം. ഡിനൈ. നിഷേധം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം പത്രോസ് നിഷേധിച്ചു. ഹി ഡിനൈഡ് ക്രൈസ്റ്റ്. കർത്താവിന് നീ ശിഷ്യനെ, നീ യേശുവിന്റെ കൂടെ ഉള്ള ആള്, ഞാനോ ആരാത്? യേശുവിനെ അറിഞ്ഞിട്ട് പോലും ഇല്ല. അതുപോലെ സാറ, കർത്താവ് പറയുന്നുണ്ട്, സാറ ചിരിച്ചു. സാറ പറയും ഞാൻ ചിരിച്ചില്ല. നിഷേധിച്ചു, തെറ്റ് നിഷേധിച്ചു. ഗേഹസിയോട് എലീശ ചോദിക്കുന്നുണ്ട്, ഗേഹസിയെ നീ എവിടാ പോയി? ഞാനെങ്ങും പോയില്ല, ഞാനിവിടെ ഉണ്ടായിരുന്നു. ചെയ്ത കാര്യം നിഷേധിച്ചു. മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ മിസ്രൈമിൽ പോകണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം മോശ, കർത്താവേ എന്നെ വിടണ്ട, എന്നെ വേറെ ആരെങ്കിലും വിട, പ്ലീസ് സെൻഡ് സംവൺ എൽസ്. ദൈവം ഒരു കൽപ്പന കൊടുത്തപ്പം വേണ്ട, പറ്റത്തില്ല. അതായത് നിഷേധാത്മക മനോഭാവം. saying no to everything. തെറ്റ് ചെയ്തോ? ഇല്ല. അത് ചെയ്യാമോ? പറ്റത്തില്ല. നമ്മൾ പിള്ളേരോടൊക്കെ പറയാം, എടാ മോനെ കടയിലൊന്ന് പോയിട്ട് വിടാ, എനിക്ക് വയ്യ. എടി മോളെ ഈ പാത്രം ഒന്ന് കഴുകിത്താടി, എനിക്ക് വയ്യ മമ്മി, എനിക്കിവിടെ ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മള് ഒരു എവ്രിത്തിങ്, എല്ലാത്തിനോട് നോ നോ നോ, പറ്റത്തില്ല, ഞാൻ ചെയ്തില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് നിഷേധാത്മക മനോഭാവം. ഇത് നമ്മളിലുണ്ടോ? നമുക്കൊന്ന് നോക്കാം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. ടൈറ്റസ് ചാപ്റ്റർ 1:16. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവരെ നിഷേധിക്കുന്നു. ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു വാക്യമാണ് 1 യോഹന്നാൻ 2:4. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും എന്താണ്? അത് പ്രവർത്തിക്കുന്നില്ല. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നില്ലെങ്കിൽ കള്ളനാകും. അപ്പം നമ്മുടെ ഇവിടെ ഈ തീത്തോസിലെ പൗലോസ് എഴുതിയിരിക്കുന്നത് ക്രയത്തറെ കുറിച്ചാണെങ്കിലും നമ്മളെ കുറിച്ചും കൂടെ തന്നെ. നമ്മുടെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ പറയുമോ ഇവർ ദൈവമക്കളാണെന്ന്? പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. പത്രോസ് വാഗൊണ്ട് നിഷേധിച്ചു. നമ്മൾ ചിലപ്പോൾ അങ്ങനൊന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെങ്കിൽ നമ്മുടെ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കത് എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് യോബിന്റെ പുസ്തകം 31-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളൊന്ന് നോക്കാം. അത് ചില ലെങ്തി പോർഷൻ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കുകയാണ്. യോബ് 31-ന്റെ 24 മുതൽ 28 വരെയുള്ള ഭാഗം. ഞാൻ പൊന്നെന്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എന്റെ ആശ്രയം എന്ന് പറഞ്ഞുവെങ്കിൽ, എന്റെ ധനം വളരെ ആയിരിക്കൊണ്ടും എന്റെ കൈ അധികം സമ്പാദിച്ചിരിക്കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എന്റെ വായ് എന്റെ കൈയെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ. ഇവിടെ ഒരാളുടെ ജീവിതത്തിൽ നിഷേധാത്മക മനോഭാവം വരാനുള്ള ഒരു കാരണം ഇവിടെ യോബ് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിച്ചാൽ ഞാൻ പതുക്കെ, അതായത് അല്ലെങ്കിൽ ഒന്നുകൂടെ ഷോർട്ടാക്കി പറഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ നന്മകൾ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ ഞാൻ നിഷേധിക്കും. നമുക്കറിയാം സദൃശവാക്യം 30 ആഗൂര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവയാർ എന്ന് നിന്നെ നിഷേധിപ്പാൻ എനിക്ക് ഇടവരരുതേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ നിഷേധിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇനി ദൈവാത്മാവ് നമ്മളോട് പറയും, എടി മോളെ ഇന്ന ആളോട് നീ ക്ഷമിക്കണം കേട്ടോ, എത്ര നാളായി നീ ഇങ്ങനെ മനസ്സിൽ ഇത് കൊണ്ടു കിടക്കുന്നു. അപ്പൊ നമ്മൾ പറയും, എനിക്ക് പറ്റത്തില്ല കർത്താവേ, അവള് വേണേ എന്നോട് വന്ന് സോറി പറയട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയും, നീ ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം,
പറ്റത്തില്ല കർത്താവ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അവൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് അവമാനിച്ചിട്ടുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമ്മൾ നോ പറയുകയാണ് ദൈവത്തോട്, നിഷേധാത്മക മനോഭാവം നമ്മൾ വെച്ച് പുലർത്തുകയാണ്. ഇങ്ങനെ നമ്മൾ ദൈവകൽപ്പനകളോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളോട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ ജീവിതത്തിലും ഈ നിഷേധാത്മക മനോഭാവം വളരും, നമ്മൾ കർത്താവിൽ നിന്നാകുന്നു പോകും. ഇപ്പൊ 6 ഞാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 7ാമത്തെ ഞാൻ പറയാൻ പോവുകയാണ്. നമുക്കെല്ലാം വളരെ പരിചിതമായ കാര്യമാണ് നാവ്. ഇതിനെപ്പറ്റി വലിയ എക്സ്പ്ലനേഷൻ വേണോന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആൾക്കാർ പറയും അവളുടെ മനസ്സിലൊന്നുമില്ല, വെറുതെ ഒരു ഭയം കൊണ്ട് പറയുന്നതേ ഉള്ളൂ. എന്നാ ദൈവവചനം അതല്ല പറയുന്നത്. ദൈവവചനം എന്താ പറയുന്നേ? മത്തായി 15:18 നമ്മൾ വായിക്കുന്നുണ്ട്, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കും. അപ്പൊ നമ്മള് എന്തേലൊക്കെ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? വിവേകമില്ലാത്തതുകൊണ്ടാണ്. സദൃശവാക്യം 15:28 പറയുന്നുണ്ട്, നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു. അപ്പൊ നമ്മൾ ഓരോന്നൊക്കെ വിളിച്ചു പറയുമ്പം അത് ആലോചന ഇല്ലാതെ പോകുമ്പോഴാണ്, വിവേകമില്ലാതെ സംസാരിക്കുന്നത് കൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും പറഞ്ഞു പിന്നെ അയ്യോ അങ്ങനെ പറയേണ്ടില്ലായിരുന്നു, സോറി, ഒരുപാട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എക്സ്പ്ലനേഷൻ ഇക്കാര്യത്തിൽ വേണമെന്നുള്ള ഒരുപാട് വാക്യങ്ങൾ നാവിനോടനുബന്ധിച്ച് ദൈവവചനത്തിലുണ്ട്. ഒരു വാക്യം മാത്രം നിങ്ങളോടും എന്നോടും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയത്, വാക്ക് നിങ്ങൾ തന്നെ പൂരിപ്പിക്കുക. ഇത് പറയാനുള്ള ധൈര്യം എനിക്കില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. മുമ്പ് പറഞ്ഞ 6 കാര്യങ്ങൾ, നീരസം എന്ന് പറഞ്ഞാൽ നിഗളം, നമ്മൾ തന്നെ പൊങ്ങുകയാണ്, നമ്മൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുകയാണ്, അതിനോട് കണക്ട് ചെയ്ത് മറ്റുള്ളവരെ നിന്ദിക്കുക. അതുപോലെ നിരാശ, നമ്മൾ സ്വയം നമ്മളങ്ങ് ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥ. അതുപോലെ തന്നെ നീരസം. പിന്നെ പറഞ്ഞു നീചം. പിന്നെ പറഞ്ഞു നിഷേധം. ഈ 6 കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ ലൈഫിൽ തന്നെ ഒതുങ്ങി നിൽക്കാം, ആരും അറിയണമെന്നില്ല. പക്ഷെങ്കിൽ നാവെന്ന് പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം എടുത്തോണ്ട് വരാൻ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ 6 പേരെയും സൂക്ഷിക്കാൻ, ഈ 7 അപകടകാരികളായ നാകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്, നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, നമ്മളെ കർത്താവിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഈ 7 പേരുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധന ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണെന്നൂടെ പറഞ്ഞിട്ട് ഈ മെസ്സേജ് ഞാൻ നിർത്താമെന്ന് കർത്താവിൽ ആശ്രയിക്കുകയാണ്. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? നിഷ്കളങ്കത അല്ലെങ്കിൽ നിർമ്മലത. നമുക്കറിയാം, നിഷ്കളങ്കത എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന പേരാണ് ഇയ്യോബ്. നമുക്കറിയാം അത് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഇതാണ് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, നിഷ്കളങ്കനായിരിക്കുക. നിഷ്കളങ്കത എന്ന് വെച്ചാൽ എന്താണ്? പാപമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കളങ്കമില്ലാതെ ജീവിക്കുക. നമ്മൾ പൊതുവെ പറയാറുണ്ട്, പിള്ള മനസ്സിൽ കള്ളമില്ല, പിള്ളേരുടെ മനസ്സിൽ കള്ളമില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ അവർ വഴക്കിടും. ഇവിടെ എന്റെ മക്കളുടെ കാര്യം എനിക്കറിയാം, അവർ വഴക്കിടും. എന്നാൽ 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അവർ കൂട്ടുകൂടി അവർ കളിക്കും. ഇന്ന് അവർ അയൽക്കത്തെ പിള്ളേരോടൊക്കെ കളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പരാതി പറയാം, അമ്മ അവൻ അങ്ങനെ പറഞ്ഞു ഇവനെ പറഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഡേ പിന്നെയും കളിക്കാൻ പോവാ പിള്ളേരോട്. അവർക്ക് കള്ളമില്ല, അവർക്ക് ആ ഒരു പിണങ്ങിയിരിക്കണമെന്ന്, അല്ലെങ്കിൽ ആ ഒരു വഴക്കിട്ടിരിക്കണമെന്നുള്ളത്. നമ്മളൊക്കെ ആണെങ്കിലോ ആ ഏറിയലോട്ട് പിന്നെ പോവില്ല, സകല ബന്ധവും അന്നത്തോടെ അവസാനിപ്പിക്കും. കർത്താവ് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആവാൻ. അങ്ങനെ പറഞ്ഞതിന് മെയിനായിട്ട് കർത്താവ് ഉദ്ദേശിച്ചത് നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായിരിക്കും. നമ്മൾ പറഞ്ഞു പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കും കർത്താവ് നമ്മളോട് പറഞ്ഞത്. ഈ അടുത്തിടയ്ക്ക് ഒരാഴ്ചയായി കാണും, എൻ്റെ ചെറിയ മോനെ ഞാൻ അടിക്കാൻ പിടിച്ചു. അവൻ പറഞ്ഞത് എഴുതിയത് ശരിയായില്ല, എനിക്ക് ദേഷ്യം വന്നു. അടിച്ചില്ല, ഞാൻ വടിയെടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേന് ചുരുളി കണ്ടവർക്ക് പേടി, 2 പേർക്കും പേടിയാ, കാറി കൂവി ഭയങ്കര ബഹളം. പിന്നെ ഏതായാലും കുറെ കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിഷമായി. കൊച്ചിനെ അത്രയൊന്നും വഴക്ക് പറയേണ്ടിയില്ലായിരുന്നു, നോക്കി എനിക്ക് വിഷമായി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് എനിക്കങ്ങ് വിഷമം ഉള്ളിലായി, എങ്ങനെ ഇവനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു വിഷമാണ്.
കുറെ കഴിഞ്ഞ് ഇവൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ സോറി, ഞാൻ അമ്മയെ പറ്റി ഒത്തിരി പൊട്ടക്കാര്യം ചിന്തിച്ചു. അത് കേട്ടപ്പോ എനിക്ക് അങ്ങ് വിഷമം. പാവം, അവന്റെ മനസ്സിൽ അവൻ പൊട്ടക്കാര്യം ചിന്തിച്ചത് പോലും അവൻ എന്നോട് വന്ന് പറയുകയാണ്. നമ്മളങ്ങനെ പറയൂ? നമ്മളൊരു വ്യക്തിയെ പറ്റി എന്തെല്ലാം കാര്യം ചിന്തിക്കുന്ന ഉടനെ നമ്മൾ ഫോൺ എടുത്ത് പറയുമോ, അയ്യോ സഹോദരി ഞാൻ ഇന്ന കാര്യങ്ങൾ ചിന്തിച്ച് കേട്ടോ? നമ്മൾ പറയുമോ? അതാണ് കുഞ്ഞുങ്ങൾ, അതാണ് ശിശുക്കൾ. കർത്താവ് നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒരുപാട് വാക്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുണ്ടെങ്കിലും അതൊന്നും ചൂണ്ടിക്കാണിക്കാനുള്ള നേരമില്ല. ഇയ്യോബിന്റെ പുസ്തകം 27:5 ഇയ്യോബ് പറയുന്നുണ്ട്, മരിക്കുവോളം ഞാൻ എൻ്റെ നിഷ്കളങ്കത്തെ ഉപേക്ഷിക്കുകയില്ല. മരിക്കുവോളം ഞാൻ എൻ്റെ നിഷ്കളങ്കത്തെ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ പറയാനുള്ള ധൈര്യം ആർക്കുണ്ട്? എനിക്കില്ല. ഇയ്യോബ് വളരെ ചങ്കൂറ്റത്തോടെ ആത്മധൈര്യത്തോട് പറയുകയാണ്, ഞാൻ എൻ്റെ നിഷ്കളങ്കത്തെ ഉപേക്ഷിക്കുകയില്ല. നമ്മളെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ മെസ്സേജ് ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 1 യോഹന്നാൻ 3:2-3 നമുക്കൊന്ന് വായിക്കാം. 1 John chapter 3 verses 2 and 3. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിനോട് സദൃശന്മാരാകും, കർത്താവ് പോകുമ്പോൾ കർത്താവിനോട് എത്തും എന്നുള്ള ആ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മുടെ കർത്താവ് നിർമ്മലനാണ്, നമുക്കതറിയാം. കർത്താവിനോട് ചേരാൻ, കർത്താവിനെ പോലെ ആവാൻ നമ്മളെല്ലാം റെഡി ആയിരിക്കും. നമ്മുടെയൊക്കെ പ്രത്യാശ അതാണ്. കർത്താവ് വരും, കർത്താവിനോടൊപ്പം നമ്മൾ ആയിരിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രത്യാശയാണ്. ബട്ട് അതേ സമയത്ത് തന്നെ കർത്താവ് നമുക്കൊരു വലിയ ഡ്യൂട്ടി തന്നേക്കാണ്. നിങ്ങൾക്ക് ഈ പ്രത്യാശയൊക്കെ ഉണ്ട്, നല്ലത്, നല്ല കാര്യം. പക്ഷെങ്കിൽ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കും. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതന്നെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഘടകങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ 7 ഞാകൾ മാത്രമല്ലാതെ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ കർത്താവിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന, നമ്മളെ ആത്മീയരായിട്ട് ജീവിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ. നമുക്കൊന്ന് സ്വയശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ പോയി ഏറ്റുപറയാം. നമ്മൾ ആരെല്ലാം മനസ്സുകൊണ്ട് നിന്ദിച്ചിട്ടുണ്ട്, ഇനി എപ്പോഴെങ്കിലും മനസ്സിൽ നിന്ന് വരുമ്പോഴും കർത്താവെ സോറി കേട്ടോ, നിഗളം വരുമ്പോൾ കർത്താവെ സഹായിക്കണേ, ഇതിലൊന്നും നിഗളിക്കാൻ എനിക്കില്ല എന്ന് നമ്മൾ കർത്താവിനോട് പറയാൻ ഇടയാകട്ടെ. നിരാശപ്പെടുമ്പോൾ ദൈവമേ എന്നെ താങ്ങണേ എന്നും കർത്താവിനോട് പറയാം. നീരസം വരുമ്പോൾ കർത്താവെ അവനെ മറക്കാൻ, ക്ഷമിക്കാനുള്ള കൃപ തരട്ടെ കർത്താവെ. നീരസം മുളയനെ നുള്ളിക്കളയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീചമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ വെക്കാതിരിക്കാനുള്ള വലിയ ശ്രദ്ധ നമുക്ക് കൊടുക്കാം. നിഷേധാത്മക മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തു കളയാം. പിശാച് നമ്മളെ സമ്മതിക്കില്ല, അവൻ നമ്മളെ ഒത്തിരി ടെംപ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ കർത്താവ് ഏറ്റവും വേഗത്തിൽ വരുന്നു. ലോകസംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ പോലെ നമ്മൾ സദൃശ്യന്മാരാകുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി നമുക്ക് നമ്മളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, നമ്മുടെ പേഴ്സണൽ ലൈഫ് മറ്റാരും കണ്ടില്ലെങ്കിലും, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. നീ നമ്മൾ ചില ആൾക്കാർ നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മൾ നല്ലവരായിരിക്കാം. ഒരു വാക്ക് ഞാൻ മിസ്സായി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോട്ട് ചെയ്തോട്ടെ. സങ്കീർത്തനം 101:2 ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. ചിലരെ പറ്റി പറയുന്നുണ്ട്, അവന്റെ വീട്ടിൽ പോയി നോക്കണം അവൻ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ എങ്ങനെയാ? ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാ? എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ? എൻ്റെ ഹസ്ബൻഡിന്റെ മുമ്പിൽ എങ്ങനെയാ? എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എങ്ങനെയാ? എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ദാവീദ് എടുത്ത പോലെ ഒരു തീരുമാനം എടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന സഹോദരി ഭാരവാഹികളോടും മറ്റ് എനിക്ക് വേണ്ടി ഇത്രയും നാൾ പ്രാർത്ഥനയിൽ ഓർത്ത എൻ്റെ പ്രിയ കൂട്ടു സഹോദരിമാരോടും നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.